കഴിവൊക്കെ ഉള്ള വ്യക്തിയാണ് ഈ ശ്രീധരൻ. പക്ഷെ എന്തിനും ഏതിനും പൊങ്ങച്ചക്കാരനും താനാണ് എല്ലാം, തനിക്കപ്പുറം ഇനി ഒന്നുമില്ല എന്ന ഒരു ധാർഷ്ട്യവും ആ അപ്പൂപ്പൻ ഇല്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്. കഴിവും മികവും ഒക്കെ ഉള്ള ആള് തന്നെയാണ്, വലിയ മിടുക്കനും ഒക്കെയാണ് അദ്ദേഹം. ഇവിടെ മലപ്പുറത്ത് പൊന്നാനിയിൽ ഒരു ആപ്പീസ് തുടങ്ങി. വിവരാവകാശ നിയമപ്രകാരം ആരൊക്കെയോ ചികഞ്ഞെടുത്തു. ഇയാൾക്ക് എന്തെങ്കിലും ഉത്തരവാദിത്വം ഈ അതിവേഗ റെയിൽ പദ്ധതിക്ക് കേന്ദ്രം കൊടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ കോർപ്പറേഷൻ കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ അന്വേഷിച്ചു. അതായത് നാഷണൽ ഹൈസ്പീഡ് റെയിൽവേ കോർപ്പറേഷൻ അവരാണ് ഇതിന് അനുമതി കൊടുക്കേണ്ടത്. അവരെന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ അന്വേഷിച്ചു. അപ്പൊ നാളിതുവരെ കേന്ദ്ര റെയിൽവേ മന്ത്രാലയമോ ഈ കോർപ്പറേഷനോ, ബന്ധപ്പെട്ട കോർപ്പറേഷനോ ഇയാൾക്ക് യാതൊരു അനുമതിയും കൊടുത്തിട്ടില്ല, യാതൊരു ചുമതലയും കൊടുത്തിട്ടില്ല. എന്തിന് 2023 മുതൽ ജൂൺ മുതൽ 2026 ഫെബ്രുവരി വരെയും ഇയാളോട് ഒരു കാര്യം കമാന്നൊരു അക്ഷരം ചോദിച്ചിട്ടില്ല ഈ ബന്ധപ്പെട്ട കോർപ്പറേഷനും വകുപ്പും. പിന്നെ ഇയാൾ എന്തിനാണപ്പ ഈ പൊന്നാനിയിൽ ഞാനിപ്പോ ചെയ്തു കളയും എന്ന് പറഞ്ഞ ആഫീസ് തുറന്നത് എന്ന് ചോദിച്ചാൽ ഇയാളുടെ പൊങ്ങച്ച മാത്രമെന്നേ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ BJPയുടെ തെരഞ്ഞെടുപ്പ് ഗിമ്മിക്സ്. ഉടനെ അതിവേഗ റെയിൽവേ പദ്ധതി വരും, ഞങ്ങൾ പാലക്കാട് ഈ ശ്രീധരന്റെ നേതൃത്വത്തിൽ മലപ്പുറം പൊന്നാനിയിൽ ആഫീസ് തുറന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇലക്ഷൻ ഗിമ്മിക്സ് കാണിക്കാനാണ്. ബജറ്റിന് മുന്നേ ആയിരുന്നു ഇതൊക്കെ. ബജറ്റ് വന്നപ്പോൾ ഒരു നയാ പൈസ പോലും ഇത് പദ്ധതിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് നിങ്ങൾക്ക് വ്യക്തമാണ്. അതുകൊണ്ടാണല്ലോ വിവരാവകാശ നിയമപ്രകാരമൊക്കെ അന്വേഷിച്ചു പോയ ആളുകൾ. അതെന്തുവാനും ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു വാർത്തയാണ്. കാരണം ഇയാൾക്ക് ഒരു ചുമതലയും കൊടുത്തിട്ടില്ല. കേരളം ഒരു പദ്ധതി ഉണ്ടാക്കിയിരുന്നു, കേരളം സർക്കാർ ഒരു പദ്ധതി വിഭാവന ചെയ്തു. ഉടനെ ഇയാൾ പറഞ്ഞെന്താണ്, ഇതുകൊണ്ട് ഗുണമൊന്നുമില്ല, ഇതിനകത്ത് ചവറ്റോട്ടെ കളയണം, അത് ഒരു വെറും വേസ്റ്റ് പദ്ധതിയാണ് എന്നൊക്കെ പറഞ്ഞ് വീമ്പിളക്കിയിട്ടാണ് ഈ കേന്ദ്രം അതിവേഗ റെയിൽ പദ്ധതി നടപ്പിലാക്കും, അതിന് എന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്, ഞാനിത് ആഫീസ് തുറക്കുകയാണ്, ഇനി എനിക്ക് ഉദ്യോഗസ്ഥരെയൊക്കെ നിയമിച്ചാൽ മതി, എൻ്റെ ഫണ്ടൊക്കെ കേന്ദ്രം തരും. അപ്പൊ നമ്മുടെ ജോൺ ബ്രിട്ടാസ് MP ഒക്കെ കേന്ദ്ര റെയിൽ മന്ത്രിയോട് ചോദിച്ചു എന്തെങ്കിലും കൊടുത്തിട്ടുണ്ട്. അപ്പൊ റെയിൽ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഇക്കാര്യത്തെക്കുറിച്ച് അഴകുഴമ്പം മറുപടി പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. അപ്പോഴേ സംശയം തോന്നിയിരുന്നു എനിക്കും, ഈ ശ്രീധരന് യാതൊരു അനുമതിയും ലഭിച്ചു കാണില്ല, അപ്പാപ്പന്റെ പൊങ്ങച്ച മാത്രമാണ്, പൊങ്ങച്ച പ്രകടനം അല്ലെങ്കിൽ BJPയുടെ ഇലക്ഷൻ തന്ത്രമാണ് എന്ന് ഞാൻ മനസ്സിൽ കരുതിയിരുന്നു. അതിപ്പോ ശരിയായി വരുന്നു. വിവരാവകാശ കമ്മീഷൻ അവരുടെ രേഖകൾ അനുസരിച്ച് 2023 ജൂൺ മുതൽ 2026 ഫെബ്രുവരി വരെ ഈ അപ്പാപ്പന്, ഈ ശ്രീധരനോട് ഒറ്റ കാര്യം ചുമതലപ്പെടുത്തിയിട്ടുമില്ല, ഒന്നിന്റെ ഉപദേശവും സ്വീകരിച്ചിട്ടില്ല. ഏതായാലും ഈ ശ്രീധരന്റെ കരണക്കുട്ടിക്ക് കിട്ടിയ അടിയാണ്, ഒപ്പം കേരളത്തിലെ BJP നേതാക്കൾക്കും.